വീട്ടിൽ കെ.എസ്.ഇ.ബി. സപ്ലൈ ഇല്ലെങ്കിൽ ബാക്കപ്പിനായിട്ട് നാം കൂടുതലായും യൂസ് ചെയ്യാറ് ഇൻവെർട്ടറാണ് അല്ലേ? നമ്മുടെ ആവശ്യത്തിന് പറ്റിയൊരു ഇൻവെർട്ടറും ബാറ്ററിയും എങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്ന് നോക്കിയാലോ? ആദ്യമായി ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും കൺസിഡർ ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്. അതായത് ഏതൊക്കെ ലോഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും പ്രൈം പ്രയോറിറ്റി. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. എന്റെ സുഹൃത്തായ ഇന്ദ്രന് ഒരു 2 ബിഎച്ച്കെ വീടുണ്ട്. സോ ഈ 2 ബിഎച്ച്കെ വീട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അവന് പറ്റിയ ഒരു ഇൻവെർട്ടറും ബാറ്ററിയുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇന്ദ്രന്റെ വീടും അതുപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രിക്കൽ വയറിംഗ് ലേഔട്ടും. ഒരു കാര്യം ഇന്ദ്രൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാണുന്ന എല്ലാ ലോഡും എന്ത് ചെയ്യണ്ട? ആൾക്ക് ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് വലിയ ലോഡ് പോലുള്ള എസി, റെഫ്രിജറേറ്റർ അതുപോലെ തന്നെ പമ്പൊക്കെ ആളെന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് റൂം 1 നോക്കുകയാണെങ്കിൽ ഒരു ഫാൻ ഉണ്ട്, ട്യൂബ്, പ്ലഗ് അതുപോലെ തന്നെ ഒരു ബൾബ്. ഈ റൂം 2 സെയിം ഫാന്, ബൾബ്, പ്ലഗ് പോയിന്റ്, ഫാൻ, ഒരു ബൾബ്. പിന്നെ കിച്ചണിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്യൂബും അതുപോലെ തന്നെ ഒരു പ്ലഗും. ഹാളിൽ നോക്കുകയാണെങ്കിലോ ഫാന്, ട്യൂബ്, ഒരു പ്ലഗ് പോയിന്റ്. ഇനി സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ബൾബ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ 3 ഫാൻസ് ഇതിലുണ്ടല്ലേ. സോ സാധാരണയായിട്ട് നമ്മള് ഫാനിന്റെ ഒക്കെ വാട്ട് നോക്കുമ്പോൾ അറൗണ്ട് 60-75 റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുക? വാട്ട് അസ്യൂം ചെയ്യാറ്. പക്ഷേ ഇന്ദ്രൻ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ആളുടെ യൂസ് ചെയ്യുന്ന ഫാൻസ് കംപ്ലീറ്റ് എന്താണ്? BLDC ആണ്. സോ BLDC ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കൺസംപ്ഷൻ എന്ത് ചെയ്യില്ല? വരില്ല. BLDCക്ക് നമ്മൾ അസ്യൂം ചെയ്യാറ് ഒരു 30-50 വാട്ട് റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഫാനിന്റെ വാട്ട് എന്ത് ചെയ്യുക? എടുക്കാറ്. ഫാനിന്റെ 3 × 50 വാട്ട് അതായത് 150 വാട്ട്. ഈ ട്യൂബ് ആകട്ടെ 4 ഉണ്ട് പറഞ്ഞല്ലേ. 4 × 20 വാട്ട് 80 വാട്ട്. ഇനി പ്ലഗ് ആണെങ്കിലോ 4 × 60 വാട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 240 വാട്ട്. ഇനി ബൾബ് അതായത് 3 ബൾബ് ഉണ്ട്. അപ്പോൾ 3 × 10 വിച്ച് ഈസ് ഈക്വൽ ടു 30 വാട്ട്സ്. സോ ടോട്ടൽ വാട്ട്സ് എന്ന് പറയുമ്പോൾ 150 പ്ലസ് 80 പ്ലസ് 240 പ്ലസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു 500 വാട്ട്സ്. ടോട്ടൽ വാട്ട്സ് നമുക്ക് എന്ത് കിട്ടി? 500 വാട്ട്സ് കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇൻവെർട്ടേഴ്സ് എപ്പോഴും VAയിലാണ് റെപ്രസെന്റ് ചെയ്യാറ്. സോ ഈ 500 വാട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? VAയിലേക്ക് കൺവേർട്ട് ചെയ്യണം. VAക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് കിട്ടിയ 500 വാട്ടിനെ ഡിവൈഡഡ് ബൈ 0.8 അതായത് പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 500/0.8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 625 VA. ബട്ട് ഇൻവെർട്ടർ എഫിഷ്യൻസിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ എക്സ്പാൻഷനും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 20% കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അധികം എടുക്കാറുണ്ട്. സോ ഇപ്പൊ കിട്ടിയ 625 ഇൻറ്റു 1.2 അതായത് 20% നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്യൂച്ചറിലോട്ട് ആഡ് ചെയ്യാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 750 VA ആണ് എന്ത് വരിക? നമുക്ക് എടുക്കേണ്ട ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി. ഈ കിട്ടിയ ഇൻവെർട്ടറിന്റെ വില നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. കാരണം ഈ 750 VAയും ഇതിന്റെ എബോവ് ആയിട്ടുള്ള ഇൻവെർട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ ഇനി ചൂസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് എത്ര ആംപിയർ ഹവർ റേറ്റിംഗ് ഉള്ള ബാറ്ററി ആണ് വേണ്ടതെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാറ്ററി റേറ്റിംഗ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ബാറ്ററി റേറ്റിംഗ് ഇൻ ആംപിയർ അവർ ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് എത്ര മണിക്കൂറാണോ ബാക്കപ്പ് ടൈം വേണ്ടത്, ആ ബാക്കപ്പ് എത്ര ഹവർ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റു ടോട്ടൽ ലോഡ് എത്ര വരും അത് ബൈ എന്ത് ചെയ്യണം? എത്ര നമ്പർ ഓഫ് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എത്രയാണ് ബാറ്ററി വോൾട്ടേജ്, എത്രയാണ് ബാറ്ററിയുടെ എഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിൽ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അതായത് എത്ര വാട്ട്സ് വേണം നമുക്കറിയാം. നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു. എത്രയാണ്? 500 വാട്ട്സ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അല്ലേ? നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 500 വാട്ട്സ് ടോട്ടൽ ലോഡ് ഉണ്ടായിരുന്നത്. അത് കിട്ടി. പിന്നെ സെക്കൻഡ് നമുക്ക് എത്ര മണിക്കൂർ? ഇപ്പോ ഇന്ദ്രന് പറയുന്നത് അവന് 2 മണിക്കൂറേ ബാക്കപ്പ് ടൈം ആവശ്യമുള്ളൂ. ഇത്രയാണ് ആൾക്ക് ആവശ്യമുള്ളെങ്കിൽ 2 ഹവർ എന്ത് ചെയ്താൽ മതി? ബാക്കപ്പ് ടൈം ആയിട്ട് മതി. ഇനി ബാറ്ററി വോൾട്ടേജ് ബേസിക്കലി നമ്മൾ 12 വോൾട്ട് ആണ് നോർമലി കൺസിഡർ ചെയ്യാറ് ബാറ്ററി വോൾട്ടേജ്. ഇനി ബാറ്ററിയുടെ നമ്പേഴ്സ് എത്ര ബാറ്ററി വേണ്ടി വരും? ഇപ്പൊ നോർമൽ ആവശ്യത്തിനല്ലേ. സോ ഒരു ബാറ്ററി മതി. നമ്പർ ഓഫ് ബാറ്ററി 1. ഇനി ബാറ്ററിയുടെ എഫിഷ്യൻസി അത് നമ്മൾ എപ്പോഴും എടുക്കാറ് 0.8 ആണ്. കാരണം ഒരു ബാറ്ററിയും 100% ഫുൾ എഫിഷ്യന്റ് അല്ല. സോ അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാറ്ററിയുടെ 80%
എടുക്കുന്നത്. സോ ഇതും എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷനിലോട്ട് ഇട്ടുകൊടുക്കുക. സോ നമ്മുടെ ഇക്വേഷൻ ടോട്ടലി എങ്ങനെ വരും? 2 into 500 divided by 12 into 1 into 0.8. So which is equal to 104.16 ampere hour കിട്ടി. Approximately 105 ampere hour. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇൻവേർട്ടറിന്റെ റേറ്റിംഗ് എത്ര? 750 VA or above ആയിട്ടുള്ള ഇൻവേർട്ടറും ബാറ്ററി കപ്പാസിറ്റി 105 105 ആംപിയർ ഹവറോ അല്ലെങ്കിൽ എബോ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കാതെ അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ ഇപ്പൊ ഇതിന്റെ മുകളിൽ വലിയ വലിയ സൈസ് ഉണ്ടല്ലോ, അപ്പോ ആ വലിയ സൈസുള്ള ഇൻവേർട്ടറോ അല്ലെങ്കിൽ ബാറ്ററിയോ നമുക്ക് ചൂസ് ചെയ്തൂടെ എന്നുള്ളൊരു സംശയം വരാം. നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചൂസ് ചെയ്യാറ് എങ്ങനെ, ഇതിന്റെ എക്കണോമിക്കൽ, അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എന്ത് ചെയ്യണ്ടുള്ളൂ, എനർജി യൂസ് ചെയ്യണ്ടുള്ളൂ അല്ലെ. ആ ആവശ്യത്തിന് മാത്രം പറ്റിയ ഒരു ഇൻവേർട്ടർ അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് എന്ത് ചെയ്താൽ മതി, ചൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് എനർജി ലോസും വേസ്റ്റേജ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, സംഭവിക്കുന്നുണ്ട്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ഇൻവേർട്ടറും ബാറ്ററിയും ചൂസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ കിട്ടിയ ബാറ്ററിയുടെയും അതുപോലെ തന്നെ ഇൻവേർട്ടറിന്റെയും റേറ്റിംഗ് വെച്ചിട്ട് നമ്മുടെ V-Guardന്റെ തന്നെ ടെക്നിക്കൽ കാറ്റലോഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതായിരിക്കും ചൂസ് ആവാൻ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളെ V-Guardന്റെ ടെക്നിക്കൽ കാറ്റലോഗ്. സോ നമുക്ക് വേണ്ടിയിരുന്നത് 750 VA അല്ലെങ്കിൽ എബോ ആയിട്ടുള്ള ഇൻവേർട്ടർ ആയിരുന്നു അല്ലേ. പവർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 900 VA ഓർ 740 വാട്ട് ആണ് ഇതിന്റെ റേറ്റിംഗ് വരുന്നത്. പ്രൈം 1050ന്റെ മോഡലാണ് ഇൻവേർട്ടറിന്റെ. ഇനി പ്രൈം 850 മോഡൽ എടുത്ത് നോക്കിയാലോ, ഇതിൽ പവർ റേറ്റിംഗ് നോക്കിക്കേ 750 VA ഓർ 600 വാട്ട്സ്. സോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവേർട്ടർ ഏതാണ്, പ്രൈം 850 ആണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ബാറ്ററി സെലക്ട് ചെയ്യണം അല്ലേ. സോ ബാറ്ററി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ബാറ്ററീസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. VT115D കപ്പാസിറ്റി 105 ആംപിയർ ഹവർ. നമുക്ക് വേണ്ട കപ്പാസിറ്റി വരുന്നു 105 ആംപിയർ ഹവറും അല്ലെങ്കിൽ അതിൽ കൂടുതലോ. പക്ഷെ ഇവിടെ 105 എടുക്കുമ്പോൾ നമുക്ക് ബാക്കപ്പ് ടൈം നോക്കി കഴിഞ്ഞാൽ അറിയാം, 1 ഹവറും 40 മിനിറ്റ് ഉള്ളൂ. സോ നമുക്ക് 2 ഹവറെങ്കിലും വേണ്ടേ. സോ VJ ഇത് 150 ആംപിയർ ഹവർ ഉണ്ട്, 2 hours 45 minutes. പക്ഷെ പെർഫെക്റ്റ്ലി നോക്കുകയാണെങ്കിൽ VJ 145, അതായത് 135 ആംപിയർ ഹവറിന്റെ 2 hours 20 minutes. സോ ഇതായിരിക്കും നമുക്ക് മാച്ച് ആയിട്ടുള്ള നമ്മുടെ യൂസ് കേസിന് പറ്റിയ ബാറ്ററി. ഇത്രയുമാണ് നമ്മളുടെ എന്ത് പറയുന്നുള്ളത്, ഇൻവേർട്ടറിന്റെയും ബാറ്ററിയുടെയും സെലക്ഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.